നമുക്ക് വലിയ നേർച്ചയ്ക്കുള്ള വലിയ കൊടിയേറ്റ വരവാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നിലായിക്കൊണ്ട് കടന്നു വരുന്നത്. വരുന്ന സ്ഥിതിയുമായി കടന്നു വരാൻ റോഡിന്റെ പാർശ്വങ്ങളിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും പൂർണ്ണമായും സാംസ്കാരിക പൈതൃകമുള്ള മലയാളത്തിന്റെ ചരിത്രമണ്ഡലം. ഇവിടെ ഹരിശങ്കർ അയ്യങ്കാളിയും മങ്ങാട്ടച്ചനും വെളിയങ്കോട് ഉമ്മർഖാനിയും വെട്ടത്ത് പുതിയങ്ങാടി ഔലിയ യാഹുദൽ പാപ്പയും മതേതരത്വത്തിന്റെ മഹിതമായ വിളക്കുമാടങ്ങൾ കൊടുത്തുവെച്ചു. വെള്ളിമിനാരങ്ങളിൽ നിന്ന് ഉയർന്നു പോകുന്ന പ്രാന്തവിളിയും അമ്പലങ്ങളിൽ നിന്ന് വിളിച്ചുവരുന്ന സംഘനാഥവും ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിന്ന് ഉയർന്നു പോകുന്ന മണിനാഥവും നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ട ഹൈന്ദവനും വിശ്വാസത്തിന്റെ കുരിശുമാലയടിഞ്ഞ ക്രൈസ്തവനും പടച്ച തമ്പുരാന്റെ മുന്നിൽ 5 നേരം സുജൂദ് ചെയ്യുന്ന മുസൽമാൻ ഒരു ജപമാലയിൽ കേട്ട മുത്തുമണികളെ പോലെ ഒരമ്മ പെറ്റ മക്കളെ പോലെ മലയാളത്തിന്റെ കൈരളിയുടെ ഈ സാംസ്കാരിക ഭൂമികയിൽ വാഴുന്നു. മുസൽമാന്റെ നീതിയും ഹൈന്ദവരുടെ ശാന്തിയും ക്രൈസ്തവരുടെ സ്നേഹവും വരും തലമുറകൾക്ക് കൈമാറണമെന്ന് നമ്മെ പഠിപ്പിച്ച ഔലിയ യാഹുദൽ പാപ്പയുടെ 173-ാം വലിയ നേർച്ചയോടുള്ള വലിയ കൊടിമരമാണ് ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം ഒറ്റക്കെട്ടായി ഒരമ്മക്കെട്ട മക്കളെ പോലെ ഒരു ജപമാലയിൽ പൂർത്ത മുത്തുമണികളെ പോലെ അണിഞ്ഞിരുന്നുകൊണ്ട് ഭാഷാപിതാവ് തുഞ്ചത്തിന്റെ ജന്മദേശങ്ങളുടെ അനുകൂലമായ തിരൂരിന്റെ മണ്ണിലൂടെ വെട്ടത്ത് രാജാവിന്റെ രഥമുണ്ട വെട്ടത്ത് നാട്ടിലേക്ക് എന്ന ദേശത്ത് ജനിച്ച കാലം അങ്ങനെ അദ്ദേഹത്തിന്റെ രക്ഷിതാക്കൾ അദ്ദേഹത്തെ പേര് വിളിച്ചു. അദ്ദേഹത്തെ ആത്മവിജ്ഞാനത്തിനായി ബാബയുടെ ശിക്ഷണത്തിനായി അയച്ചു. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചെത്തി തമിഴ്നാട്ടിലെ ആർക്കാട് ജില്ലയിലെ മലമുകളിൽ ദുർഗയിലെ നിത്യ സന്ദർശകനായിരിക്കുന്ന കാലഘട്ടം ആദമല കാണാനായി ഭക്തന്മാരിൽ കയറി ലങ്കയിലേക്ക് പുറപ്പെട്ട യാത്രയിൽ ഭക്തന്മാരിൽ കടൽപ്പെട്ട ഭക്തന്മാരുടെ